ഗാന്ധി കൊലയപ്പെട്ടിട്ട് 78 വർഷങ്ങൾ പിന്നിടുന്ന ഇന്ന് മഹാത്മാഗാന്ധിയെ RSS കൊലപ്പെടുത്തിയതാണ് എന്ന് ഈ രാജ്യത്താകെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ സംഘടനകളാകെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൻ്റെ അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. ഈ രക്തസാക്ഷി ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളെ നാം അനുസ്മരിക്കുന്ന ഈ ദിവസം ആവേശകരമായൊരു വാർത്ത നിങ്ങളെ അറിയിച്ചു തുടങ്ങാം എന്നാണ് കരുതുന്നത്. കേരളത്തിൽ ഇന്ന് ഒരു വ്യാജ മതനിരപേക്ഷവാദിയായ നേതാവ് ഇറങ്ങിയിട്ടുണ്ട്. വ്യാജ മതനിരപേക്ഷവാദിയായ നേതാവ്, ആ നേതാവിൻ്റെ മണ്ഡലം നിൽക്കുന്ന ജില്ല എറണാകുളത്ത്, ആ എറണാകുളത്തിൻ്റെ ഹൃദയത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ക്യുസാറ്റ് എന്നാണ്. കൊച്ചിയിലെ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റി. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ കൊന്ന RSS എന്ന ഏറ്റവും വലിയ വർഗീയ സംഘടനയ്ക്ക്, ആ സംഘടനയുടെ ഭൗതിക നേതൃത്വമായിരുന്ന 1948 ജനുവരി മാസം 30 RSSന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തി. ഫെബ്രുവരി മാസം 4 RSS നിരോധിക്കപ്പെടുമ്പോൾ ആ നിരോധനത്തിൻ്റെ ഭാഗമായി ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട MS ഗോൾവാക്കർ എന്ന RSSന്റെ താത്വികാചാര്യൻ്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി RSS എന്ന ഗാന്ധി ഘാതകരായ സംഘടനയെ മഹത്വവൽക്കരിച്ച VD സതീശന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിനെ പരാജയപ്പെടുത്തി SFI ക്യുസാറ്റിൽ വിജയിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഗാന്ധി ഘാതകരെ വെള്ളപൂശുന്നവർ ആരാണ്? ഗാന്ധിയുടെ കൊലപാതകളെ ഹൃദയത്തിൽ പേറുന്നവർ ആരാണ്? ഗാന്ധി കൊലപാതകരെ മഹത്വവൽക്കരിക്കുന്നവർ ആരാണ്? ഗാന്ധിയുടെ കൊലപാതകത്തിന് കൂടാരം നടത്തിയത് മുന്നിൽ, ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്താൻ പോകുന്നവർ ആരാണ്? ആ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞ് കുമ്പിട്ട് പൂജ നടത്തുന്നവർ ആരാണ്? ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഈ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ പിൻപറ്റാൻ മഹാത്മാഗാന്ധി തന്നെ സൃഷ്ടിച്ച, മഹാത്മാഗാന്ധി തന്നെ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വർത്തമാനകാല ഇന്ത്യയിലാവുന്നില്ല എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. എങ്ങനെയാണ് നാം മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കേണ്ടത്? എങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ നാം ഓർത്തെടുക്കേണ്ടത്? മഹാത്മാഗാന്ധി RSS കൊലപ്പെടുത്തിയതാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഈ രാജ്യത്തിനകത്ത് രാജ്യദ്രോഹികളായി നമ്മളെ ചിത്രീകരിക്കുമെന്നാണ് RSSകാർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. അടിയറവിട്ട് ഒരു സംശയത്തിനും ഇട നൽകാതെ കേരളത്തിലെ ഇടതുപക്ഷം, രാജ്യത്തെ ഇടതുപക്ഷം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നത് RSSന്റെ രാഷ്ട്രീയത്തിനെതിരായി നിന്നതുകൊണ്ടാണ് മഹാത്മാഗാന്ധി കൊലയപ്പെട്ടതെന്ന് പറയാൻ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു ഫാസിസ്റ്റ് ശക്തികളെയും ഭയപ്പാടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി കൊലയപ്പെട്ടത്? മഹാത്മാഗാന്ധി കൊലയപ്പെട്ടത് ഈ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. മഹാത്മാഗാന്ധിക്ക് നേരെ എന്തിനാണ് നാഥുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്തത്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന കറകളഞ്ഞ RSSകാരൻ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന് നേരെ വെടിയുതിർത്തത് ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിരിക്കണമെന്ന് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടതുകൊണ്ടാണ്. ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഈ രാജ്യത്തിനകത്തെ മനുഷ്യഹൃദയങ്ങളെ ചേർത്ത് വെച്ചത് കൊണ്ടാണ്. തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി രൂപീകരിക്കപ്പെടുമ്പോഴും ഇപ്പുറത്തൊരു ഹിന്ദുരാഷ്ട്രം രൂപീകരിക്കപ്പെടുമെന്ന സ്വപ്നത്തിന് കരുനിഴൽ വീഴ്ത്തിയാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി രൂപീകരിക്കപ്പെട്ടത്. അവിടെ നിന്നാണ് മഹാത്മാഗാന്ധിയോട് വൈരാഗ്യം RSSന് ആരംഭിക്കുന്നത്. ആ വൈരാഗ്യത്തിന്റെ പരിണാമമാണ് 1948 ജനുവരി മാസം 30 മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. ഗോപാൽ ഗോഡ്സെ എന്ന തന്റെ അനിയനോട് യഥാർത്ഥ ഗാന്ധിയുടെ ഘാതകൻ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയെ ഞാൻ കൊലപ്പെടുത്തിയതിന് ഒരു കാരണമുണ്ട്. ആ കാരണം അത് രാഷ്ട്രീയമായ കാരണമാണ്. ആ കാരണം രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ല. ഈ വാക്കുകൾ പറഞ്ഞത് സാക്ഷാൽ നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഗോപാൽ ഗോഡ്സെ തന്നെ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഗോപാൽ ഗോഡ്സെ വിശദീകരിക്കുന്നത്? ആരാണ് ഈ പറയുന്ന നാഥുറാം വിനായക് ഗോഡ്സെ? ഞങ്ങൾ 4 സഹോദരന്മാരാണ്. ഫ്രണ്ട് ലൈൻ എന്ന ഏറ്റവും പ്രമുഖമായ മാധ്യമത്തോട് ഗോപാൽ ഗോഡ്സെ വിശദീകരിക്കുന്നത് ഞങ്ങൾ 4 സഹോദരന്മാരും ഗോപാൽ ഗോഡ്സെ ഉൾപ്പെടെ ദത്താത്രേയും ഗോവിന്ദും
നാഥുറാം ഗോഡ്സെയും ഈ രാജ്യത്തിനകത്ത് ജനിച്ചു വീണ നാൾ മുതൽ RSSന്റെ ശാഖയിൽ ജനിച്ച് വളർന്നവരാണ് എന്നാണ്. RSSന്റെ ശാഖയിൽ ജനിച്ച് വളർന്നവർ വീട്ടിൽ ഉറങ്ങുന്നതിനേക്കാൾ RSSന്റെ ശാഖയിലാണ് തങ്ങൾ ഉറങ്ങിയതെന്ന് ആത്മാഭിമാനത്തോടെ ഈ രാജ്യത്തോട് പറഞ്ഞവർ അവരാണ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാളെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്താൻ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തി രാജ്യത്ത് വർഗീയ ദുർഭരണത്തിലേക്ക് നയിക്കാൻ ഈ രാജ്യത്ത് നേതൃത്വം കൊടുത്തവരാണ്. RSS നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തെ വർഗീയ ചേരി ഏറ്റവും വലിയ നുണ ഈ രാജ്യത്തിനകത്ത് പ്രചരിപ്പിക്കുന്നവരാണ് RSSകാർ. നുണകളുടെ രാജാക്കന്മാരാണ് RSSകാർ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടവർ RSSകാരാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. RSS പറയുന്ന നുണകളിൽ പ്രധാനപ്പെട്ട ഒരു നുണ ഹിന്ദു മഹാസഭ നേതാവാണ് ഗോപാൽ ഈ പറയുന്ന നാഥുറാം വിനായക് ഗോഡ്സെ എന്നാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ സാക്ഷാൽ VD സവർക്കറെ പോലും ഈ പറയുന്ന RSS തള്ളിപ്പറയുകയാണ്. RSS തള്ളിപ്പറഞ്ഞത് ഈ പറയുന്ന VD സവർക്കറെ മാത്രമായിരുന്നില്ല, ഗാന്ധി വധത്തെ കൂടിയായിരുന്നുവെന്ന് നാം തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് RSSന് വർത്തമാനകാല ഇന്ത്യയിൽ ഗാന്ധി വധത്തെ തള്ളിപ്പറയാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത്? ഗാന്ധിയെ സ്നേഹിക്കുന്നവരാണ് ഇന്ത്യയിലെ മനുഷ്യർ. ഗാന്ധിയെ ഇന്നും ഹൃദയത്തിനകത്ത് ഇന്ത്യയിലെ മനുഷ്യർ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് പരസ്യമായി സമ്മതിക്കാൻ രാജ്യത്തിന് RSSന് മടിയുണ്ടാവുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 1947 ഡിസംബർ മാസം 7-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഒരു മഹാസമ്മേളനം RSS ഡൽഹിയിൽ വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ മഹാസമ്മേളനത്തിൽ സാക്ഷാൽ RSSന്റെ താത്വികാചാര്യൻ VD സവർക്കർ എന്ന് പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിളക്ക് കൊളുത്തി ആദരിച്ച അതേ MS ഗോൾവാക്കർ അവിടെ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ഈ രാജ്യം ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് എതിരുന്ന മനുഷ്യനാണ് മഹാത്മാഗാന്ധി എന്നാണ് ഗോൾവാക്കർ അവിടെ പ്രസംഗിക്കുന്നത്. മഹാത്മാഗാന്ധി എന്ന മനുഷ്യൻ ഈ രാജ്യത്തിനകത്ത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ അമിതമായി ഇടപെടുന്ന ആളാണ് എന്ന് ഗോൾവാക്കർ ആ യോഗത്തിൽ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഗാന്ധിജി നിലപാട് സ്വീകരിച്ചാൽ ഗാന്ധിയെ ഒരു ഘട്ടത്തിൽ നമുക്ക് നിശബ്ദമാക്കേണ്ടി വരും പ്രസംഗിച്ചത് RSSന്റെ നേതാവ് ഗോൾവാക്കറാണ്. ആ പ്രസംഗത്തെ പിൻപറ്റിയാണ് 1948 ഗാന്ധി വധത്തിലേക്ക് രാജ്യത്തിന്റെ സാഹചര്യങ്ങൾ നീങ്ങുന്നത്. ഗാന്ധി കൊലയപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് ഓർഗനൈസർ എന്ന RSSന്റെ പ്രധാനപ്പെട്ട മുഖപുസ്തകത്തിനകത്ത് ഗാന്ധിക്കെതിരായി ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ഗാന്ധിയുടെ മതനിരപേക്ഷത കപടമാണ് എന്നാണ് ഓർഗനൈസറിനകത്ത് RSS എഴുതുന്നത്. റോമൻ സാമ്രാജ്യം കത്തിയമരുമ്പോ വീണ വായിക്കുന്ന നീറോ ചക്രവർത്തിയെ പോലെയാണ് മഹാത്മാഗാന്ധി എന്നാണ് വിഭജന സമയത്തെ കലാപത്തെ ഉദ്ധരിച്ച് മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് RSS വിമർശനം ഉന്നയിക്കുന്നത്. ഈ രാജ്യത്തിനകത്ത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ഒരു കാരണവശാലും ആക്രമിക്കരുതെന്ന നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു പോകുമ്പോഴും ഇന്ത്യയോടൊപ്പം അടിയുറച്ചു നിന്ന മുസ്ലിം ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ചാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടതെന്ന് ആവശ്യപ്പെട്ട മഹാത്മാഗാന്ധിയെ നിശബ്ദമാക്കുമെന്ന് പ്രഖ്യാപിച്ചവരാണ് രാജ്യത്തെ RSSകാരെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആ രാഷ്ട്രീയ പദ്ധതിയുടെ പരിണാമമാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം. ആ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ പറ്റി വർത്തമാനകാല ഇന്ത്യയിൽ നാം ഓർത്തെടുക്കുമ്പോൾ ഈ രാജ്യത്ത് മതനിരപേക്ഷതയുടെ രക്തസാക്ഷിയാണ് മഹാത്മാഗാന്ധി എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. മഹാത്മാഗാന്ധി സംരക്ഷിക്കാൻ ജീവൻ കൊടുത്ത മതനിരപേക്ഷതയാണ് ഇന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ രാജ്യം ഭരിക്കുന്നവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളും ജീവനും കൊടുത്ത് സംരക്ഷിച്ച മതനിരപേക്ഷതയാണ് ഈ രാജ്യത്ത് ഇന്ന് ആക്രമിക്കാൻ RSS നേതൃത്വം കൊടുക്കുന്നത്. പാകിസ്ഥാൻ മതരാഷ്ട്രവാദത്തിന്റെ ഭാഗമായി മതരാഷ്ട്രമായി രൂപീകരിക്കപ്പെടുമ്പോഴും സ്വതന്ത്ര ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ രാജ്യമായി ഇന്ത്യ എന്നീ മഹാരാജ്യം 1947 രൂപീകരിക്കപ്പെടുമ്പോ എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിക്കാൻ കഴിയുന്ന തത്വശാസ്ത്രത്തിലാണ് ഈ രാജ്യം കെട്ടിപ്പടുത്തതെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന ആമുഖം നമ്മളോട് വിശദീകരിക്കുന്നത് ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതിസമത്വ സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്നാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ്
പ്രിയപ്പെട്ടവരെ, രാജ്യം ഭരിക്കുന്നവർ ആക്രമിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധത്തെയാണ് രാജ്യം ഭരിക്കുന്നവർ ആക്രമിക്കുന്നത്. ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ വിശ്വാസങ്ങളെ തകർക്കാനാണ് അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ജനങ്ങളുടെ ചെറിയൊരു ശതമാനത്തിന്റെ വോട്ട് വാങ്ങി സീറ്റെണ്ണത്തിൽ മുന്നിൽ വന്നു എന്ന കാരണത്താൽ അധികാരം പിടിച്ചു എന്ന പേരിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തിക്കുറിച്ച് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുമോ എന്ന പരിശോധനയാണ് വർത്തമാനകാല ഇന്ത്യയിൽ രാജ്യം ഭരിക്കുന്ന RSS നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി രൂപീകരിക്കപ്പെട്ട ശേഷം ഇങ്ങനെ ഒരു ദുസ്ഥിതിയിലേക്ക് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഇന്ത്യ എത്തിപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും ഒരുപക്ഷെ നാം ആരും ചിന്തിച്ചിരുന്നതേയില്ല. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയവർ, രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്താൻ ഈ രാജ്യത്തിനകത്ത് കൊലക്കത്തിയുമായി തോക്കുമായി രാജ്യത്തെ മതതീവ്രവാദികളെ അയച്ചവർ ഇന്ന് രാജ്യത്തിന്റെ അധികാരം പിടിക്കുന്ന നിലയിലേക്ക് നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. ഗാന്ധിയെ ഓർത്തെടുക്കുമ്പോ, ഗാന്ധിയെ അനുസ്മരിക്കുമ്പോ, ഗാന്ധി ഉയർത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങൾ അനുസ്മരിക്കുമ്പോ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഗാന്ധി വഹിച്ച പങ്കിനെ സംഭാവനകൾ ഓർത്തെടുക്കുമ്പോ എത്രയോ ചരിത്രപരമായ സംഭാവനയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മതനിരപേക്ഷ പക്ഷത്ത് നിന്ന് രാജ്യത്തെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഉയർത്തിയതെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്ത് 1885 കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. 1885 ഹ്യൂമിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഭരണവർഗത്തിന്റെ എല്ലാ ആശീർവാദത്തോടും കൂടി, അവരുടെ അംഗീകാരത്തോടു കൂടി ചെറിയ പരിഷ്കരണങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുക എന്നത് മാത്രമായിരുന്നു അന്ന് രൂപീകരിക്കപ്പെട്ട കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. 1912 സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലേക്ക് വിദേശ പഠനത്തിന് ശേഷം തിരികെ എത്തുന്നത്. അന്ന് 1912 ജവഹർലാൽ നെഹ്റു അദ്ദേഹം ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസിന്റെ സമ്മേളനത്തെ പറ്റി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. അന്നത്തെ ആദ്യത്തെ 1912 കോൺഗ്രസിന്റെ സമ്മേളനത്തെ പറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ചാൽ, സവർണ ബോധത്തിന്റെ ഒരു കേന്ദ്രമായി, ഒരു പ്രധാനപ്പെട്ട സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായോ എനിക്കൊരു അനുഭവം അതിന്റെ ഭാഗമായി ഉണ്ടായില്ല. ജവഹർലാൽ നെഹ്റു വിശദീകരിക്കുന്നുണ്ട്. ഒരു സാമൂഹികമായി മുൻനിരയിൽ നിൽക്കുന്ന കുറേയേറെ മനുഷ്യരുടെ ഒരു സാമൂഹിക ഒത്തുചേരൽ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് 1912 അനുഭവങ്ങളെ ഉദ്ധരിച്ച് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു വിശദീകരിക്കുന്നത്. ആ കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഊടും പാവും നെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി രൂപമാറ്റം നടത്തിയത് ആരാണ്? അവിടെയാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിൽ വരുത്തിയ രൂപമാറ്റം നാം ഓർത്തെടുക്കേണ്ടത്. ആ രൂപമാറ്റം ഈ രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് 1917 ശേഷം ദിശാസൂചികയായി ഗാന്ധിജി മുന്നോട്ട് വെച്ച പരിപാടികളെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. സത്യാഗ്രഹ സമരങ്ങൾ, ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡിയാത്ര, ഈ രാജ്യത്ത് നടപ്പിലാക്കിയ സ്വദേശീയവൽക്കരണം ഉൾപ്പെടെ നിരവധിയായ ചരിത്രപരമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ് കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി തന്റെ പങ്ക് വരച്ചിടുന്നത്. ആ മഹാത്മാഗാന്ധിയെ കോൺഗ്രസ് ഇന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികളായ കോൺഗ്രസുകാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഗാന്ധി കോൺഗ്രസിന് കൈമാറി തന്ന ഗദർ എന്ന വസ്ത്രമല്ലാതെ ഇന്നും നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ ചില്ലിട്ട് വച്ചിരിക്കുന്ന പൊടി പിടിച്ച ഗാന്ധി ചിത്രങ്ങളല്ലാതെ മഹാത്മാഗാന്ധി എന്ന ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഉയർത്തിയ ഏതാശയത്തെയാണ് വർത്തമാനകാല ഇന്ത്യയിൽ ഗാന്ധി നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിൻപറ്റാൻ ഈ രാജ്യത്ത് സാധിച്ചിട്ടുള്ളത്? ഈ ചോദ്യം കോൺഗ്രസ് മുന്നിൽ പ്രസക്തമായി നിലനിൽക്കുകയാണ്. ഗദർ വസ്ത്രമല്ലാതെ, ഗാന്ധിയുടെ ചിത്രമല്ലാതെ, ഗാന്ധി ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷതയുടെ ഒരാശയത്തെയും ഈ രാജ്യത്തിനകത്ത് പിൻപറ്റാൻ പിന്നീട് വന്ന കോൺഗ്രസ് നേതൃത്വത്തിനായിട്ടില്ലെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ ഘാതകരെ, മഹാത്മാഗാന്ധിയുടെ ഘാതകത്തിലൂടെ ഈ രാജ്യത്ത് വർഗീയത സൃഷ്ടിക്കാൻ, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, ഇന്ത്യയെ തന്നെ മതരാഷ്ട്രമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്ന RSS പോലെയുള്ള വർഗീയ സംഘടനകളെ ഈ രാജ്യത്ത് വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവർ ആരാണ്? എങ്ങനെയാണ് RSSന് ഈ രാജ്യത്ത് വളർച്ച ഉണ്ടാവുന്നത്? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കോൺഗ്രസ് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ദീർഘനാളം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യത്തിന്റെ അധികാരം കൈയാളിയ കോൺഗ്രസ്
ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഗാന്ധിയുടെ പാതയിൽ നിന്ന് കോൺഗ്രസ് വ്യതിചലിച്ചതിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ടായ അധപ്പതനമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്തേ കോൺഗ്രസിന് രാജ്യത്ത് ഈ ഗതി വന്നു? എങ്ങനെ RSSന് ഈ രാജ്യത്ത് വളർച്ച ഉണ്ടായി? 992 ഈ രാജ്യത്തെ മതനിരപേക്ഷവാദിയായ ഏതെങ്കിലും മനുഷ്യന് മറക്കാൻ കഴിയുന്ന ഒരു വർഷമാണോ? നാം ഓർത്തെടുക്കേണ്ടത് 992 ഡിസംബർ മാസം 6-ാം തീയതി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഹൃദയത്തിലേക്ക് മഹാത്മാഗാന്ധിയുടെ വധത്തിനു ശേഷമുണ്ടായ ഏറ്റവും തീവ്രമായ പോറലായി ബാബറി മസ്ജിദിന്റെ തകർച്ച മാറിയെങ്കിൽ ബാബറി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് നയിക്കാൻ വേണ്ടി നടത്തപ്പെട്ട രഥയാത്രയ്ക്ക് ആവേശവും ഊർജവും പകർന്ന ഈ രാജ്യം ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നെന്ന് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? RSSന്റെ കൈകൊണ്ടാണ് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർക്കപ്പെട്ടത്. RSSന്റെ കൈകൊണ്ട് രാജ്യത്തിന്റെ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർക്കപ്പെടുമ്പോ ആ മിനാരങ്ങൾ തകർക്കാൻ രാജ്യത്തെ വർഗീയ പ്രസ്ഥാനമായ RSSന് ഊർജവും ആവേശവും കൊടുത്തവർ ആരാണ്? ഞാൻ ഈ കേരളത്തിനകത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുന്നു, രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഈ രാജ്യം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. 960-ൽ അവിടെ സ്വയംഭൂവായി RSSകാർ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന രാമവിഗ്രഹം സരയൂ നദിയിലേക്ക് ഒഴുക്കണമെന്നാണ് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത്. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, ഈ രാജ്യത്ത് അന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടതുപോലെ അവിടെ RSSകാർ സ്ഥാപിച്ച രാമവിഗ്രഹം സരയൂ നദിയിലേക്ക് ഒഴുക്കണമെന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായത്തെ ഒന്നോർത്തെടുക്കാൻ കഴിയുന്ന, വീണ്ടും ഒന്നാവർത്തിക്കാൻ കഴിയുന്ന, ആ നിലപാടിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആർജവമുള്ള, നട്ടലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിനകത്ത് അവശേഷിക്കുന്നുണ്ടോ? ആരാണ് രാമക്ഷേത്രത്തിന് കല്ലിടാൻ, രാമക്ഷേത്രത്തിന് വാതിൽ തുറക്കാൻ ഈ രാജ്യത്ത് RSSന് സഹായം ചെയ്തു കൊടുത്തത്? ഏറ്റവും വലിയ വർഗീയ അജണ്ടയായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ RSS രൂപീകരിച്ചത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമാണെങ്കിൽ രാജീവ് ഗാന്ധി എന്ന ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദിന്റെ വാതിലുകൾ ഈ രാജ്യത്ത് RSSന് അവരുടെ കർത്തവ്യം നടപ്പിലാക്കാൻ വേണ്ടി, പൂജ നടത്താൻ വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടതെന്ന് മതനിരപേക്ഷത ഇന്ത്യക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? 992-ൽ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർക്കപ്പെടുമ്പോൾ ഈ രാജ്യം ഭരിച്ചിരുന്ന നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ആ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്ത രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണെന്ന് എങ്ങനെയാണ് മതനിരപേക്ഷത ഇന്ത്യക്ക് മറക്കാൻ കഴിയുന്നത്? ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു എന്ന കോൺഗ്രസ്സുകാരൻ അന്ന് ഈ രാജ്യത്തിന്റെ അധികാരം ഉപയോഗിച്ച്, ഏതെങ്കിലും ഒരു അധികാരവർഗത്തെ ഉപയോഗിച്ച്, പട്ടാളത്തെയോ പോലീസിനെയോ ഉപയോഗിച്ച് അന്ന് RSSനെ പ്രതിരോധിച്ചിരുന്നെങ്കിൽ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ ഇന്നും തലയുയർത്തി ഈ രാജ്യത്തുണ്ടാകുമായിരുന്നെന്ന് മതനിരപേക്ഷത ഇന്ത്യ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെയും കോൺഗ്രസ് പാലിച്ച നിശബ്ദതയുണ്ട്. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, RSSും വർഗീയ സംഘടനകളും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേ നിശബ്ദതയാണ് വിവിധ ഘട്ടങ്ങളിൽ RSSനോട് കോൺഗ്രസ് പുലർത്തിയിട്ടുള്ളത്. എവിടെയാണ് മഹാത്മാഗാന്ധി പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് RSSനോട് പ്രത്യയശാസ്ത്രപരമായി പോരാട്ടം നടത്തുന്നത്? ഈ ചോദ്യം ഈ രാജ്യത്ത് പ്രസക്തമായ ചോദ്യമാണ്. രാജ്യത്ത് RSSനെ നേരിടാൻ അവതരിച്ചിരിക്കുന്ന യുഗപുരുഷനാണ് രാഹുൽ ഗാന്ധി എന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രസംഗിക്കുന്നത്. പക്ഷേ കേരളത്തിന് പുറത്ത് ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധിയെ പറ്റി ഈ പ്രസംഗം നടത്തുന്നതേ ഇല്ല. രാഹുൽ ഗാന്ധി RSSനെ നേരിടാൻ വന്ന് മത്സരിച്ച സ്ഥലം നമ്മുടെ ജില്ലയിൽ, നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയായിരുന്നെന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മറന്നുപോയി കൂടാ. ഈ രാജ്യത്ത് RSS ഉയർത്തുന്ന വർഗീയ പ്രത്യയശാസ്ത്രത്തെ, ഈ രാജ്യത്തെ വിഭജിക്കാൻ, ഒരു മതരാഷ്ട്രമാക്കി പരിവർത്തനപ്പെടുത്താൻ തയ്യാറാക്കിയിരിക്കുന്ന അജണ്ടയെ ഫലപ്രദമായി നേരിടുന്നതിന് എവിടെയാണ് കോൺഗ്രസ് തയ്യാറാവുന്നത്? നാം ചോദിക്കേണ്ട ചോദ്യമാണ്. എവിടെയും കോൺഗ്രസ് അതിന് മെനക്കെടുന്നതേ ഇല്ല. എവിടെയും കോൺഗ്രസ്
അതിന് തയ്യാറാവുന്നതേയില്ല. രാമക്ഷേത്രം പണിയാൻ രാജ്യത്ത് RSS മുൻകൈയെടുക്കുമ്പോൾ ഞങ്ങളുടെ കല്ലുകൂടി വെക്കണം എന്നാണ് രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് ഈ കോൺഗ്രസിന് മതനിരപേക്ഷത മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ കോൺഗ്രസിന് ഈ രാജ്യത്തെ RSSന്റെ വർഗീയവാദത്തെ ചെറുത്ത് പരാജയപ്പെടുത്താൻ കഴിയുന്നത്? ഈ രാജ്യത്ത് RSS ഉയർത്തുന്നത് മതരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും ഭീകരമായ വെല്ലുവിളിയാണെങ്കിൽ അതിനെ മതനിരപേക്ഷ രാഷ്ട്രീയം കൊണ്ട് പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ കോൺഗ്രസിന് കെൽപ്പുണ്ടാവുന്നുണ്ടോ? നാം ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം രാജ്യത്ത് കോൺഗ്രസ് പറഞ്ഞേ മതിയാകൂ. എവിടെയും RSSനോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസിനെ നാം കാണുകയാണ്. RSS ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്ത് ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ 10 സീറ്റ് 100 വോട്ട് കിട്ടുമോ എന്ന പരിശോധനയാണ് രാജ്യത്തെമ്പാടും RSS നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ, ദളിത് വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ, മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടതുപോലെ ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികളായ മനുഷ്യർ അരുങ്കൊല ചെയ്യുമ്പോ എവിടെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാവുന്നത്? എവിടെയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം ഉണ്ടാവുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം മൂകമായിരിക്കുന്ന കോൺഗ്രസിനെയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. അവിടെ ആർജവത്തോടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഈ രാജ്യത്ത് RSS ഉയർത്തുന്ന വർഗീയ പ്രത്യയശാസ്ത്രത്തെ മതനിരപേക്ഷ പ്രത്യയശാസ്ത്രം കൊണ്ട് എതിർത്ത് പരാജയപ്പെടുത്താനുള്ള ആർജവം കാണിക്കുന്നതിന് പകരം നിശബ്ദമായിരിക്കുന്ന കോൺഗ്രസിനെ ഈ രാജ്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെ ആരാണ് RSSനോട് പോരാട്ടം നടത്തുന്നത്? അവിടെ ആരാണ് പ്രത്യയശാസ്ത്രപരമായി വർഗീയതക്കെതിരെ പോരാട്ടം നടത്തുന്നത്? അഭിമാനത്തോടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു, അഭിമാനത്തോടെ ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്നു, ജീവൻ കൊടുത്തും ഈ രാജ്യത്തിനകത്ത് മതവർഗീയവാദ പ്രസ്ഥാനങ്ങളോട്, മതവർഗീയതയോട്, മതഭീകരതയോട് പോരാട്ടം നയിക്കുന്നവർ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷക്കാരുമാണെന്നാണ് വർത്തമാനകാല ഇന്ത്യയിലെ പോരാട്ടങ്ങൾ നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഒരനുഭവം മാത്രം ഓർത്തെടുത്താൽ, രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കി ഈ രാജ്യത്തിനകത്ത് സംഘപരിവാറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ട നിറവേറിയെന്ന ആത്മസംതൃപ്തിയിൽ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും ആ ഉദ്ഘാടന വേദിയിലേക്ക് RSS രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കത്ത് കിട്ടി. രാഷ്ട്രീയ പാർട്ടികൾ പോവാൻ പുറപ്പെടുമ്പോഴാണ് കത്ത് കിട്ടി നിമിഷങ്ങൾക്കകം ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ വാർത്താ സമ്മേളനം നടത്തിയ മനുഷ്യൻ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. ആ മനുഷ്യന്റെ പേര് സഖാവ് സീതാറാം യെച്ചൂരി എന്നാണ്. നാം ഓർത്തെടുക്കേണ്ടത്, രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണക്കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിൽ ലഭിച്ച് നിമിഷങ്ങൾക്കകം പത്രമാധ്യമങ്ങളെ വിളിച്ച പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി മാധ്യമങ്ങളോടും ഇന്ത്യയോടും വിശദീകരിച്ചു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തോ ലോകത്തെവിടെയെങ്കിലുമോ ഒരു മതവിശ്വാസത്തിനുമെതിരായി പ്രവർത്തിക്കുന്നവരെയല്ല. ഏതു മതവിശ്വാസിക്കും ലോകത്തെവിടെയും ആരാധന നടത്തുന്നതിനും മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ആരാധനാലയങ്ങൾ പണിയുന്നതിനും സ്വാതന്ത്ര്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ പള്ളി ഉണ്ടായിരുന്നിടത്ത് വർഷങ്ങളോളം മുസ്ലിം മത വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ ആരാധന നടത്തിയ ഒരു പ്രദേശത്ത് ആ പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരമ്പലം പണിഞ്ഞാൽ ആ അമ്പലം പണിഞ്ഞതിനെ അനീതി എന്നല്ലാതെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിലയിരുത്താൻ കഴിയില്ല. ആ അനീതിയോട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് യോജിപ്പില്ല. നിങ്ങൾ പള്ളി പൊളിച്ച് അമ്പലം പണിതിട്ട് ആ അമ്പലം പണിയുടെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ച് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഒരു സംശയത്തിനും ഇട നൽകാതെ ഈ രാജ്യത്തോട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല എന്ന്. ഇങ്ങനെ ആർജവത്തോടെ പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് നേതാവിനെ ലീഗുകാരാ നിങ്ങൾക്ക് ഈ വർത്തമാനകാല ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടോ? ഇങ്ങനെ ആർജവത്തോടെ ഫാസിസത്തിനെതിരായി വർഗീയതക്കെതിരായി നിലപാട് സ്വീകരിച്ച ഒരു കോൺഗ്രസ്സുകാരനെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഈ കേരളത്തിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവുമോ? When I want
ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പ്രസംഗിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു 2 രൂപ മെമ്പർ അല്ല, മറിച്ച് KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നെന്ന് ലീഗിന് എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? ഞാൻ ഈ രാജ്യത്തിനകത്ത് എനിക്ക് തോന്നുമ്പോൾ RSSന്റെ BJPയുടെ ഭാഗമായി പോകും എന്ന് പ്രഖ്യാപിച്ചൊരു നേതാവ് RSSന്റെ ശാഖയ്ക്ക് കാവല് നിന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കാൾ എൻ്റെ ജീവിതത്തിന് ആവേശമുണ്ടാക്കിയ അനുഭവമാണെന്ന് വിശദീകരിച്ചത് മറ്റൊരു കോൺഗ്രസ് നേതാവായിരുന്നെന്ന് ഈ കേരളത്തിന് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? RSSന്റെ പരിപാടിക്ക് നിത്യ സന്ദർശകനായി പോയി ഞാൻ നേരത്തെ സൂചിപ്പിച്ച RSSന്റെ താത്വികാചാര്യന്റെ ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് വണങ്ങി വിളക്ക് കൊളുത്തി ചിത്രത്തിന് മുന്നിൽ പൂജ നടത്തിയ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് ഇന്നും മതനിരപേക്ഷത മുഖം മൂടി അണിഞ്ഞ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഈ കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? ഈ കപട മതേതരവാദികളെ തിരിച്ചറിയാൻ ഗാന്ധി അനുസ്മരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മുസ്ലിം ലീഗിനോട് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള എതിർപ്പ് എല്ലാ ഘട്ടത്തിലും കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിനകത്ത് ലീഗ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ ഏറ്റവും ശരിയായ നിലയിൽ ഒരു ഘട്ടത്തിൽ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നെന്ന് എങ്ങനെയാണ് ലീഗുകാരാ നിങ്ങൾക്ക് ഇത്ര വേഗം മറന്നു പോകാൻ സാധിക്കുന്നത്? ഇന്ന് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി നിങ്ങൾ ഏറ്റവും നന്നായി കൂടെ കെട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ഈ കേരളത്തിലെ ലീഗുകാരനോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1960 കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സമാദരണീയനായ നേതാവ് സാക്ഷാൽ CHനെ സ്പീക്കറായി തീരുമാനിക്കുമ്പോ ലീഗിൽ നിന്ന് രാജിവെച്ചാൽ CHനെ സ്പീക്കറാക്കാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നോ കോൺഗ്രസ് പാർട്ടി ആയിരുന്നോ എന്ന് ഇവിടുത്തെ ലീഗുകാരൻ ഒന്ന് ഓർത്തെടുക്കേണ്ടതല്ലേ? ലീഗിന്റെ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞവർ ഈ രാജ്യത്ത് ആരായിരുന്നു? ലീഗിന്റെ രാഷ്ട്രീയത്തെ ഈ രാജ്യത്തിനകത്ത് ആക്രമിച്ചവർ ആരായിരുന്നു? ചത്ത കുതിരയാണ് ലീഗ് എന്ന് ഈ രാജ്യത്ത് നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ നേതാവ് ജവഹർലാൽ നെഹ്റു ആയിരുന്നില്ലേ? തലയിൽ അണിഞ്ഞിരിക്കുന്ന തൊപ്പിയും മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പും വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ നിങ്ങളെ സ്പീക്കറാക്കാമെന്ന് CHനോട് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് എങ്ങനെയാണ് ലീഗുകാരാ നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ചരിത്രം ഓർക്കുമ്പോ മറന്നു പോകാൻ കഴിയുന്നത്? ആ CHനെ മന്ത്രിയാക്കിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണെന്ന് ലീഗുകാരൻ ഇപ്പോ ഇടതുപക്ഷത്തിന് മതനിരപേക്ഷത പഠിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതാണ് എന്ന് ഗാന്ധി അനുസ്മരിക്കുമ്പോൾ ഓർപ്പിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. നിങ്ങൾ മലപ്പുറത്തെ പറ്റി അപവാദ പ്രചരണങ്ങൾ നടത്താൻ നേതൃത്വം കൊടുക്കുകയല്ലേ? മലപ്പുറത്തെ പറ്റി ഇടതുപക്ഷവുമായി ബന്ധിപ്പിച്ച് അപവാദ പ്രചരണങ്ങൾക്ക് കേരളത്തിനകത്തെ ലീഗ് വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുമ്പോൾ ഈ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുമ്പോ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പേരോർക്കാൻ ലീഗിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് EMS നമ്പൂതിരിപ്പാടെന്ന കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണോ ലീഗുകാരാ മറന്നു പോകാൻ സാധിക്കുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CHന്റെ സ്വപ്നമാണെന്നാണ് MSFകാരൻ മുദ്രാവാക്യം വിളിക്കുന്നത്. നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചോ? നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ മലപ്പുറത്തിന്റെയും ഏറനാടിന്റെയും പൊന്നാനിയുടെയും മലബാറിന്റെയും സ്വപ്നമായി രൂപീകരിക്കപ്പെടുമ്പോ ആ കാലിക്കറ്റ് സർവകലാശാലയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന CPM-കാരനായിരുന്ന സഖാവ് EMS ആയിരുന്നെന്ന് ലീഗുകാരാ നിങ്ങൾക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? സാക്ഷാൽ CHനെ ആദ്യമായി മന്ത്രിയാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് എങ്ങനെയാണോ ലീഗുകാരാ നിങ്ങൾക്ക് മറന്നു പോകാൻ കഴിയുന്നത്? ഈ കേരളത്തിനകത്ത് നിങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ചപ്പോ നിങ്ങളുടെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നെന്ന് ലീഗ് ഓർത്തെടുക്കേണ്ടതല്ലേ? അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ലീഗുകാർക്ക് നല്ലവരായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ മതവർഗീയവാദികളാണെന്നോ മതവിരോധികളാണെന്നോ ലീഗുകാർക്ക് അഭിപ്രായമേ ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ലീഗിന് ആ അഭിപ്രായം രൂപപ്പെട്ടത്? രാഷ്ട്രീയ അധികാരം കയ്യിൽ നിന്ന്
കൈവിട്ടു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിനകത്ത് ലീഗ് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത് നടക്കുന്ന വർഗീയ പ്രചരണങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് നടത്തിയില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അന്ന് ഈ കേരളത്തിനകത്ത് 99 സീറ്റ് നേടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നപ്പോ ഇനി ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ നേരിടാൻ വർഗീയതയല്ലാതെ, വർഗീയമായി പ്രചരണം നടത്തുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് കേരളത്തിനകത്ത് ലീഗും കോൺഗ്രസും ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായി വർഗീയ പ്രചരണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തെ മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി, ബദൽ സൃഷ്ടിക്കുന്ന സംസ്ഥാനമായി പരിവർത്തനപ്പെടുത്തിയ 9 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാതിരിക്കുമ്പോൾ തന്നെ വർഗീയമായ പ്രചരണങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്താമെന്ന ഹീനമായ രാഷ്ട്രീയ തന്ത്രമാണ് കേരളത്തിനകത്ത് നിന്ന് ലീഗ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ലീഗിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഇടതുപക്ഷം ലീഗിനെ വിമർശിക്കുന്നത് മുൻകാലങ്ങളിൽ ലീഗിനെ സംബന്ധിച്ച് ഉന്നയിക്കാത്ത വിമർശനങ്ങൾ ഈ വർത്തമാന കേരളത്തിൽ ലീഗിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിക്കാൻ തയ്യാറാവുന്നത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ വ്യതിയാനം സംഭവിച്ചത് കൊണ്ടാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാക്ഷാൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ ലീഗിന്റെ സമാദരണീയമായ നേതൃത്വമായിരുന്നപ്പോ ഈ കേരളത്തിനകത്തുൾപ്പെടെ അതിനിശിതമായി വിമർശിച്ച, തള്ളിപ്പറഞ്ഞ ഏറ്റവും വലിയ രാഷ്ട്രീയം ഏതായിരുന്നു? ലീഗുകാരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കാൾ സാക്ഷാൽ ഹൈദരലി ശിഹാബ് തങ്ങൾ അതിനിശിതമായ രാഷ്ട്രീയ വിമർശനം നടത്തിയത്, അകറ്റി നിർത്തിയത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയമാണെന്ന് നാം ഓർത്തെടുക്കേണ്ടതല്ലേ? ആ തങ്ങൾക്ക് ശേഷം എന്താണ് കേരളത്തിൽ ലീഗിന് സംഭവിച്ചത്? രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി, രാഷ്ട്രീയ കസേരകൾക്ക് വേണ്ടി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായ രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ അധികാരം പിടിക്കാൻ കഴിയില്ലെന്ന ഏറ്റവും വലിയ തിരിച്ചറിവിൽ നിന്ന് അപകടകരമായ മതരാഷ്ട്രവാദത്തെ എങ്ങനെയാണോ RSS കൈകാര്യം ചെയ്യുന്നത്, ആ RSSന്റെ ആശയത്തെ അതേപടി അംഗീകരിക്കുന്ന, RSSന്റെ ആശയം ഒരു വശത്ത് നടത്തുന്ന വർഗീയ ധ്രുവീകരണം അതേ നിലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മൗദൂദി ആശയങ്ങളുടെ പ്രചാരകരായ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കാൻ എങ്ങനെയാണ് കേരളത്തിൽ ലീഗിന്റെ നേതാക്കന്മാർക്ക് മനസ്സ് വരുന്നതെന്ന് അത്ഭുതത്തോടെ ചോദിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. എങ്ങനെയാണ് ലീഗ് നിങ്ങൾക്ക് ഇങ്ങനെ മാറാൻ കഴിയുന്നത്? എങ്ങനെയാണ് മതനിരപേക്ഷ പക്ഷത്ത് നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വർഗീയ പക്ഷത്തേക്ക് ലീഗിന് ചേരാൻ കഴിയുന്നത്? എങ്ങനെയാണ് ലീഗ് ഈ വർഗീയ പ്രചാരകരുടെ ഏറ്റവും വലിയ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവുന്നത്? സത്യം പറയുന്നവർക്ക് ദൈവത്തിന് മുന്നിൽ സ്ഥാനമുള്ളൂ. പരിശുദ്ധ ഖുർആനാവട്ടെ, ഈ ലോകത്ത് രചിക്കപ്പെട്ട ഏത് വിശുദ്ധ ഗ്രന്ഥമായിക്കോട്ടെ, ആ വിശുദ്ധ ഗ്രന്ഥം ഉറക്കെ പറയുന്ന ഏത് പ്രവാചകനാവട്ടെ, ആ പ്രവാചകൻ വിശ്വസിക്കുന്ന ഏത് പടച്ചതമ്പുരാനാവട്ടെ, ആ പടച്ചതമ്പുരാന് മുന്നിൽ സത്യം പറയുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് എല്ലാവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. മതവിശ്വാസിയാണോ നിങ്ങൾ സത്യസന്ധനായിരിക്കണം. മതവിശ്വാസിയാണോ നിങ്ങൾ സത്യം പറയുന്നവനായിരിക്കണം. സ്വർഗം വേണമെങ്കിൽ നിങ്ങൾ സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാവണം. കള്ളം പറയുന്നവർക്ക് ദൈവത്തിന്റെ അടുക്കൽ സ്ഥാനമില്ല. കള്ളത്തിന്റെ പ്രചാരകർക്ക് ദൈവത്തിന് മുന്നിൽ ഇരിപ്പിടമില്ല. നിങ്ങൾ തന്നെ പ്രസംഗിക്കുന്ന സിറാത്തിന്റെ പാലം കടക്കണമെങ്കിൽ ലീഗുകാരാ, സത്യസന്ധമായി ഈ കേരളത്തിനകത്ത് നിങ്ങൾ ജീവിക്കുന്നിടത്ത് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇന്ന് കേരളത്തിനകത്ത് സത്യം പറയുന്ന, സത്യം പ്രചരിപ്പിക്കുന്ന ഒരു ലീഗുകാരനെ നിങ്ങൾക്ക് കണ്ണിൽ പുടയിട്ടാൽ കാണാൻ വേണ്ടി സാധിക്കുമോ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എങ്ങനെയാണല്ലോ നിങ്ങൾ ദൈവത്തിന്റെ കാൽക്കൽ എത്തിച്ചേരാൻ പോകുന്നത്? പിന്നെ ഏത് വിശ്വാസത്തെ പറ്റിയാണല്ലോ നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്? SIR നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണെന്ന നട്ടാൽ കുരുക്കാത്ത നുണ
ഈ കേരളത്തിനകത്ത് വീടുകൾക്കകത്തേക്ക് പോയി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവുന്നത് നിങ്ങൾ അസത്യത്തിന്റെ പ്രവാചകരായതുകൊണ്ടാണ് എന്ന് ലീഗ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ ആലയിൽ കുരുത്ത ആശയമല്ല, ഇത് നിങ്ങളുടെ ആലയിൽ കാച്ചിക്കുറുക്കി ഉണ്ടാക്കിയ ആയുധമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ജമാഅത്ത് ഇസ്ലാമിയുടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചതാണിത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ട്യൂഷൻ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചതാണിത്. ആ ആയുധവും എടുത്താണ് അപകടകരമായ കളിക്ക് കേരളത്തിനകത്തെ ലീഗ് കോൺഗ്രസിനെയും കൂട്ടുപിടിച്ചിറങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ ഗാന്ധി അനുസ്മരിക്കുമ്പോൾ ഓർക്കുകയാണ്. ഗാന്ധി അനുസ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഗാന്ധി ഉൾപ്പെടെ ഈ കേരളത്തിനകത്തെ മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിയ മതനിരപേക്ഷയുടെ പാതയിൽ നിന്ന് ഈ കേരളത്തെ ഒരടി വ്യതിചലിപ്പിക്കാൻ ഇടതുപക്ഷം ഈ കേരളത്തിനകത്ത് സജീവമായിരിക്കുന്ന കാലം അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവരാണ്. ഞങ്ങൾ ഈ കേരളത്തിനകത്തും രാജ്യത്തെമ്പാടും മതനിരപേക്ഷയുടെ മുദ്രാവാക്യത്തെ മനുഷ്യനുമായി ചേർന്ന് നിന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയവരാണ്. ആ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളവരാണ് കേരളത്തിനകത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് എങ്ങനെയാണ് ഈ കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? RSSനോട്, വർഗീയവാദികളോട് നേരിട്ടേറ്റുമുട്ടി ജീവൻ നഷ്ടപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരനെ, ഒരു ലീഗുകാരനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? നിങ്ങൾ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഈ കേരളത്തിനകത്ത് യാത്ര ചെയ്താൽ 200ഓളം വരുന്ന രക്തസാക്ഷി മണ്ഡപങ്ങൾ RSSകാരോട് ഏറ്റുമുട്ടിയതിന്റെ പേരിൽ, RSSന്റെ വർഗീയ അജണ്ട എതിർത്ത് പരാജയപ്പെടുത്തുന്നതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ നിങ്ങൾക്ക് ഈ കേരളത്തിനകത്ത് കാണാൻ സാധിക്കും. ആ പോരാട്ടമാണ് കേരളത്തിലെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങളില്ലാത്ത നാടേതാണ്? ഒരു വർഗീയ കലാപം പോലും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത, വർഗീയ വംശീയ കലാപങ്ങൾ ഒന്നുപോലും നടക്കാത്ത ഒരു വർഗീയ ശക്തിയും ഈ രാജ്യത്തിനകത്ത് അഴിഞ്ഞാടാൻ ധൈര്യം കാണിക്കാത്ത ഒറ്റ സംസ്ഥാനം മാത്രമാണ് വർത്തമാനകാല ഇന്ത്യയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് ലീഗുകാരാ. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്നുപോലുമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് തെലങ്കാനയല്ല, അത് കർണാടകയല്ല, അത് ഹിമാചൽ പ്രദേശ് അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ പ്രസംഗിക്കുന്ന മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാളുമല്ലതിപ്പോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ രാജ്യത്ത് വർഗീയ വംശീയ കലാപങ്ങൾ ഒന്നുപോലും നടക്കാത്ത ഒരു വർഗീയ ശക്തി പോലും ഈ കേരളത്തിനകത്ത്, രാജ്യത്തിനകത്ത് അഴിഞ്ഞാടാൻ തയ്യാറാവാതെ ധൈര്യപ്പെടാത്ത രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ലീഗുകാരാ, ജമാഅത്ത് ഇസ്ലാമിക്കാരാ, SDPIക്കാരാ, നിങ്ങളെല്ലാവരും കാതു തുറന്നു കേൾക്കണം. ആ സംസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ കേരളമാണ് എന്ന് നിങ്ങൾ ഓർത്തോളണം. ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞേക്കാം, ഒരധികാരവും വർഗീയ കലാപങ്ങളെ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവശ്യമേ ഇല്ല. ഇനി അധികാരത്തിന്റെ പേരിലാണ് കേരളത്തിനകത്ത് വർഗീയ കലാപങ്ങളെ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഒരധികാരവും ഇല്ലാത്തപ്പോഴും ഈ കേരളത്തിനകത്ത് വർഗീയ കലാപങ്ങളെ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ആവർത്തിച്ച് അടിയറവിട്ട് ഈ കേരളത്തിലെ മനുഷ്യരോട്, രാജ്യത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഈ രാജ്യത്തിനകത്തെ ഇടതുപക്ഷത്തിന്റെ എല്ലാ പ്രവർത്തകരും പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വർത്തമാനകാല ഇന്ത്യയിൽ ഈ രാജ്യത്ത് മനുഷ്യൻ മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുമ്പോൾ, രാജ്യത്തെ മനുഷ്യർ, മതന്യൂനപക്ഷങ്ങൾ അവരുടെ ജീവിത രീതി, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ളവരാന്നിട്ട് കൂടി ആ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ ജീവിക്കാനുള്ള അവകാശം, അവന്റെ സമത്വത്തിനുള്ള അവകാശം, അവന്റെ തുല്യത, അവന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ രാജ്യത്തെമ്പാടും നിഷേധിക്കപ്പെടുമ്പോൾ, ആ നിഷേധിക്കപ്പെടുന്നതിനെതിരായ സമരം ശക്തമാക്കണമെന്നാണ് ഈ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി അനുസ്മരിക്കുമ്പോൾ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുള്ളത്. ആ മഹാത്മാഗാന്ധിയുടെ, പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ ആശയങ്ങളുടെ ഇന്ന് ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ വർഗീയവാദത്തോട് സന്ധിയില്ലാത്ത പോരാട്ടം ഈ രാജ്യത്ത് സംഘടിപ്പിക്കുന്നതിന്
കൂടുതൽ കരുത്തോടെ, കൂടുതൽ ശക്തിയോടെ മതനിരപേക്ഷ ശക്തികളെ ഏകോപിപ്പിച്ച് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ച് പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ വർത്തമാനകാല ഇന്ത്യ മതനിരപേക്ഷവാദികളായ നമ്മളോട് ആവശ്യപ്പെടുന്നത് തിരിച്ചറിഞ്ഞ് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ RSS ഉൾപ്പെടെ ഈ രാജ്യത്തിനകത്തെ എല്ലാ വർഗീയ ശക്തികളെയും ഈ രാജ്യത്ത് നിന്ന് അപ്രസക്തമാക്കാൻ കഴിയുന്ന നിലയിൽ മനുഷ്യർക്കിടയിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ, മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതക്കെതിരായ പോരാട്ടത്തെ കരുത്തോടെ മനുഷ്യർക്കിടയിലേക്ക് എത്തിക്കാൻ ഈ രക്തസാക്ഷി അനുസ്മരണം, ആ അനുസ്മരണത്തിന്റെ ഭാഗമായി നാം ഉയർത്തുന്ന മതനിരപേക്ഷ മുദ്രാവാക്യങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, നിങ്ങൾക്ക് ഹൃദയാഭിവാദനങ്ങൾ.